ഞെട്ടിക്കുന്ന നടുക്കുന്ന ഒരു വീഡിയോ ദൃശ്യം. അതായത് സ്വാതന്ത്ര്യം ആഘോഷിച്ചത് നമ്മുടെ ഇന്ത്യയുടെ പതാക ഉയർത്തിയിട്ടല്ല, BJP-യുടെ പതാക ഉയർത്തിയിട്ടാണ്. നടുക്കുന്ന ആ ഒരു വീഡിയോ ദൃശ്യം ഞാൻ വെച്ചു തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഇന്നലെ ചില പള്ളികളിൽ സ്വാതന്ത്ര്യം ആഘോഷിച്ചത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് ഫ്ലാഗ് ഉയർത്തുന്നത്. ഇന്ത്യൻ പതാക ഉയർത്തിയത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ്. എത്രയോ സംഘികൾ അതിനെ വലിയ വിവാദമാക്കുകയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് എന്തിനാണ് അള്ളാഹു അക്ബർ പറയുന്നത്? ജനഗണ പറഞ്ഞൂടെ? ഓക്കെ, ഞാൻ അതിനൊന്നും പറയുന്നില്ല. അതായത് ചില ഉസ്താദന്മാരുടെ തെറ്റ് നമുക്ക് അള്ളാഹു അക്ബർ നമുക്ക് അതിനെ അങ്ങനെ വെക്കാം, അത് തെറ്റ് അങ്ങനെ വെക്കാം നമുക്ക്. എന്നാൽ ഇന്ത്യൻ പതാകക്ക് പകരം BJP-യുടെ പതാക ഉയർത്താൻ ഇവറ്റകൾക്ക് ആരാണ് ലൈസൻസ് കൊടുത്തത്? സംഘികൾക്ക്. നാടിനെ നടുക്കുന്ന ഞെട്ടിക്കുന്ന ആ ഒരു വീഡിയോ ദൃശ്യം ഞാൻ വെച്ചു തരാം. പൊന്നു പ്രേക്ഷകരെ, ഞങ്ങൾ നല്ലൊരു മലയാളിയാണ്, നല്ലൊരു ഇന്ത്യക്കാരനാണ് എന്ന് തോന്നുന്ന സംഘികളെ എതിർക്കുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. മറക്കാതെ നിങ്ങളുടെ ഈ ഒരു കുഞ്ഞു വിരൽ കൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. സംഘികൾ BJP-യുടെ പതാക ഉയർത്തുന്ന ആ വീഡിയോ വെച്ചു തരാം. അതിനുശേഷം അൻസാരി സുഹരി ഉസ്താദും രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ തല്ലാണ്. ആ ഒരു വീഡിയോ ദൃശ്യം ഞാൻ വെച്ചു തരാം. പൊന്നു പ്രേക്ഷകരെ, അതിനുശേഷം ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത വരുന്നുണ്ട്. 4 വയസ്സുകാരിയെ പീഡിപ്പിക്കുകയാണ് ഒരു വൃത്തികെട്ടവൻ. എന്നാൽ ആ ഒരു കുഞ്ഞിന്റെ അമ്മൂമ്മ അയാളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച അയാളെ നടു റോട്ടിൽ നടുക്കുന്ന ഒരു ദൃശ്യം, ആ ഒരു വീഡിയോ ദൃശ്യം കൂടി ഞാൻ വെച്ചു തരാം. പിന്നീട് ഒരു കുഞ്ഞു കാര്യം കൂടി പറയാം പൊന്നു പ്രേക്ഷകരെ. അതായത് ഒരു കോളേജ് പരിസരത്തിൽ നിന്ന്, നമ്മുടെ ആലുവയിലാണ്, എറണാകുളം ആലുവയിൽ ഒരു കോളേജ് പരിസരത്തിൽ നിന്ന് ഞെട്ടിക്കുന്ന കിലോ കണക്കിന് കോണ്ടം കണ്ടെത്തുകയാണ്. നോക്കൂ നിങ്ങൾ, 14 വയസ്സ് മാത്രം, 14 വയസ്സ് 13 വയസ്സ് മാത്രം പ്രായമുള്ള നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും പഠിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് കിലോ കണക്കിന് കോണ്ടം കിട്ടിയത്. ആ ഒരു വീഡിയോ ദൃശ്യവും കൂടി ഈ വീഡിയോയിൽ ഞാൻ വെച്ചു തരാം. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം അൻസാരി ഉസ്താദും രാജീവ് ചന്ദ്രശേഖർ തമ്മിൽ തല്ലുന്ന വീഡിയോ. ഒന്ന് ആലോചിക്കൂ. ദേശീയ ഗാനം ജനഗണമന ഇന്നിപ്പോ ഞാൻ തീരുമാനിച്ച എനിക്ക് മണയും കൊണയൊന്നുമല്ല, മന ഒന്ന് ക്ലിയർ ആക്കി പറഞ്ഞേ. ജനഗണമന ഇന്നിപ്പോ മണയല്ല, മന. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിദാത പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല വെങ്ക. ഇപ്പൊ ശരിയായ ക്ലിയർ ആയില്ലേ? ഇനി ഒന്ന് ഏറ്റു പഠിക്കേ. ജനഗണമന ഇന്നിപ്പോ വീണ്ടും മണയും കൊണയും ക്ലിയർ ആക്കി ഒന്നും കൂടെ പറയണ. ജനഗണമന ഇന്നിപ്പോ ഇതൊരു നടപടിക്ക് പോകത്തില്ല. ഒന്നുകൂടി ക്ലിയർ ആക്കി. ജനഗണമന ഇന്നിപ്പോ ഒരു കാര്യം ചെയ്യ് അണ്ണാ, നമ്മുടെ പിള്ളേരെയൊക്കെ കംപ്ലീറ്റ് വിളിച്ചിട്ട് അവന്മാർക്ക് ഈ ദേശസ്നേഹം പറഞ്ഞു നടക്കുന്നില്ലേ, അവന്മാരെല്ലാം മൊത്തം വിളിച്ചിട്ട് അവന്മാരെല്ലാം ആദ്യം ജനഗണമന, വന്ദേ മാതരം, സാരേ ജഹാൻ ശേച്ചാക്ക് ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കും. ഇവന്മാർക്കാണ് എല്ലാ വർഷവും ഇനിയുള്ള എല്ലാ സ്വാതന്ത്ര്യ ദിനത്തിലും ഈ വന്ദേ മാതരം പാടുന്നുണ്ടുള്ള ഗുണം അറിയാം. ഇവന്മാരെങ്കിലും നാക്ക് പഠിച്ചിട്ട് ക്ലിയർ ആക്കി ഇതൊന്നും പാടുമല്ലോ, അതല്ല വേറെ ഗുണമൊന്നുമില്ല. അപ്പം ചേട്ടാ ഒന്നുകൂടെ ക്ലിയർ ആയോ? ജനഗണമന അധിനായക ജയ ഹേ എന്ന് പഠിയേ. ജനഗണമന മണയും കൂടെ ഞാൻ പോണു. സുമേഷേ കറക്കടാ. സുമേഷേ കറക്ക്. അൻസാരി സുഹരി ഉസ്താദ് ഇങ്ങനെയാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഇന്ത്യൻ പതാകക്ക് പകരം BJP-യുടെ പതാക ഉയർത്തിയ നാടിനെ നടുക്കുന്ന ആ ഒരു വീഡിയോ കാണാം. വെസ്റ്റ് ബംഗാളിൽ സ്വാതന്ത്ര്യ ദിനത്തിന് ദേശീയ പതാകയ്ക്ക് പകരം BJP-യുടെ കൊടി പറത്തിയാൽ ഇപ്പൊ എന്താണ് പ്രശ്നം? പച്ച ഓറഞ്ചൊക്കെ അതിനകത്തുണ്ട്, താമരയുണ്ട്. BJP എന്ന് പറയുന്നത് രാജ്യം തന്നെയാണല്ലോ, പിന്നെ എന്താണ് പ്രശ്നം നിങ്ങൾക്ക്? നമ്മുടെ കയ്യിൽ നിന്നൊക്കെ നിങ്ങൾ ഇത്ര എക്സ്പെക്ട് ചെയ്താൽ മതി കേട്ടാ. വേണമെങ്കിൽ നീയൊക്കെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചാൽ മതി. നമ്മളെ VD സവർക്കർ ഷൂ എന്നൊക്കെ ഉണ്ടാക്കിയ സ്വാതന്ത്ര്യമാണ്. എന്താ പ്രൂഫ് വേണോ? എന്റെ അണ്ടുമുക്ക് ചാക എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ നിരത്തിയുണ്ടല്ലേ ഇതൊക്കെ, നീയൊക്കെ ഉണ്ടല്ലേ ഒന്നും പറയുന്നില്ല. പിന്നെ നമ്മുടെ പ്രധാനമന്ത്രി എടാ കാണുന്നവന്റെ കണ്ണിലെ പ്രശ്നവാടാ, നീയൊക്കെ ഒന്ന് തിരിച്ചു നോക്കിയേ. പെർഫെക്റ്റ്. ഓക്കെ, നമ്മളെ സംബന്ധിച്ചേ ആ പച്ച അവിടെ ഇരിക്കേണ്ടതല്ലടാ, മനസ്സിലായ? പച്ച വെച്ചതേ നമ്മളെ ഔദാര്യം, മനസ്സിലായ? പിന്നെ നമ്മൾ വിദ്യാസമ്പന്നരായിട്ടുള്ള നമ്മൾ പൊളിറ്റീഷ്യൻ പറ്റിയ പതാക. പച്ച എന്ന് പറയുന്നത് ഈ മൂരിയുടെ പച്ചയൊന്നും അല്ല ഇത്, മനസ്സിലായ? ഈ പച്ച എന്ന് പറയുന്നത് കാർഷിക മേഖലകൾ ഇപ്പോൾ തിളങ്ങി നിൽക്കുന്നത് കൊണ്ട് എന്നെ കൊണ്ട് പറ്റൂല ചാണകമേ നിന്നെ ഇതാക്കാൻ വേണ്ടിട്ട്. നീ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കമൺ ഡൗൺ പച്ച മുകളിൽ ദേശീയ പതാകയിൽ ആദ്യം വരേണ്ടത് സാഫ്രോണാണ്, അതുപോലെ എടുത്ത് കളഞ്ഞാണ്. നിന്നെ കൊണ്ട് ആകെയുള്ള ഉപയോഗം എന്ന് പറയുന്നത് സാഫ്രോണിനെ പുകഴ്ത്തി കെട്ടുക എന്നുള്ളതാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചാണകമേ, നിങ്ങൾ എന്തിനാണ് ഇവർക്ക് വോട്ട് കൊടുക്കുന്നത്?
ഹിന്ദുവായത് കൊണ്ടല്ലേ? ഹിന്ദുക്കൾ ഇവിടെ വളരണമെന്നത് കൊണ്ടല്ലേ? എവിടെ എന്റെ സാഫ്രോ? പച്ച എന്താ മോളിൽ മിണ്ടുന്നില്ല, ന്യായീകരിച്ചു. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, ഈ ഒരു പെൺകുട്ടിയാണ് നടുക്കുന്ന ഈ ഒരു വാർത്ത കൊണ്ടുവന്നത്. എന്നാൽ നമുക്ക് അത് ഇനി അൻസാരി ഉസ്താദിന്റെ മറ്റൊരു വീഡിയോ ഞാൻ വെച്ചു തരാം. അതായത് ചില സംഖ്യകൾ ഒന്ന് മിണ്ടി രണ്ട് മിണ്ടുമ്പോൾ പറയുന്നത് പാനക്കാട്ടിലേക്ക് പോകണം, പാനക്കാട്ട് തങ്ങന്മാരെ ചീത്ത വിളിക്കുകയാണ്. നാണമുണ്ടോ ഇവറ്റകൾക്ക്? അതായത് രാഷ്ട്രീയം പറയാൻ ഒന്നുമില്ല, എന്തെങ്കിലും ഒന്ന് ഈ വി ഡി സതീശൻ ചെയ്യുകയാണെങ്കിൽ അത് പാനക്കാട്ട് തങ്ങൾ പറഞ്ഞിട്ട് ചെയ്യുന്നു എന്ന് പറയുകയാണ്. നമുക്ക് എന്തായാലും അതിന് അൻസാരി ഉസ്താദ് ഒരു നല്ലൊരു മറുപടി കൊടുക്കുന്നുണ്ട്. നമുക്കത് പെട്ടെന്ന് കേട്ട് വരാം. ഓക്കെ, അല്ല, അദ്ദേഹത്തിന് പാണക്കാട്ട് പോയി പെർമിഷൻ എടുക്കണമായിരിക്കും, അതായിരിക്കും അദ്ദേഹത്തിന്. ആണെന്നെ കൂട്ടിക്കോണോ, പാണക്കാട് പോയി പെർമിഷൻ എടുക്കണോ, ആണെന്നെ കൂട്ടിക്കോ. എന്നിരുന്നാലും ഒരു അന്തസ്സുണ്ട്, അവരെ കൂടെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ട്. പിന്നെ എവിടെ പോയി പെർമിഷൻ എടുക്കണം? പാലായില്ല, പൂഞ്ഞാറില്ല. സത്യക്രിസ്ത്യാനികൾ കെട്ടിച്ചില്ലടാ. ക്രിസ്ത്യാനികൾക്ക് പോലും വേണ്ടാത്ത നിന്റെ ഇടയ്ക്കൊക്കെ വന്ന് പെർമിഷൻ എടുക്കണ. നീയൊക്കെ ആരാ ഈ രാജ്യത്ത്? ഇത് വളരെ ഒരു കാര്യം BJP പറയുന്നു, നിങ്ങൾ ചൊല്ലാൻ മടിച്ചാലും മടിച്ചില്ലെങ്കിലും ചൊല്ലിയാലും ഇല്ലെങ്കിലും കേരളത്തിൽ 15,000 കേന്ദ്രങ്ങൾ BJP വന്ദേമാതരം പൂർണ്ണമായും ആലോചിച്ചുകൊണ്ട് 10,000 കേന്ദ്രങ്ങളിൽ ചൊല്ലടാ. ആരാ പറഞ്ഞു നിങ്ങൾക്ക് വന്ദേമാതരം ചെല്ലണ്ടെന്ന് പറഞ്ഞത്? നിങ്ങൾ ചെല്ലിക്കോ, ചെല്ലാത്തവരെ ചെല്ലിപ്പിക്കണം എന്നാ പറഞ്ഞത്. ഇവിടെ ആർക്കും രാജ്യസ്നേഹം കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രത്യേകമായി ചൊല്ലേണ്ടതോ പറയേണ്ടതോ പിടിക്കേണ്ടതോ കാര്യമില്ല. രാജ്യസ്നേഹം എന്നുള്ളത് മനുഷ്യന്റെ സ്വാഭാവികമായ വികാരമാണ്. ഈ രാജ്യസ്നേഹം തെളിയിക്കേണ്ടത് നിങ്ങളുടെയൊക്കെ ബാധ്യതയാണ് ഷോൺ ജോർജ്. കാരണം ഈ ഇന്ത്യ സ്വാതന്ത്ര്യലബ്ധി നേടിയത് ആരിൽ നിന്നാണ്? ഈ രാജ്യം വിട്ട് ബ്രിട്ടീഷുകാർ പോകുമ്പോൾ, സായിപ്പന്മാര് പോകുമ്പോൾ ഇവിടെ പല തറവാട്ടുകാരുടെയും വീടിന്റെ മുറ്റത്ത് സായിപ്പന്മാരുടെയും രാജ്ഞിമാരുടെയും ഒക്കെ ചിത്രം ഉണ്ടായിരുന്നല്ലോ. ഇന്നും അതിന്റെ ഗുണഭോക്താക്കളാണല്ലോ. അപ്പം ഷോൺ ജോർജ്, നിങ്ങളൊക്കെ അല്ലേ സത്യത്തിൽ രാജ്യസ്നേഹം തെളിയിക്കേണ്ടത്? ബാക്കിയുള്ളവർക്ക് അതിന്റെ ആവശ്യമുണ്ടാ? കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്തവർ മുസ്ലിമീങ്ങൾ, ഹിന്ദുക്കൾ, സിഖുകാരാണല്ലോ. അതുകൊണ്ട് ഷോൺ ജോർജ്, ഈ മറ്റ് BJP-ക്കാരും RS-കാരും ചെല്ലിയില്ലെങ്കിലും നീ രാവിലെ ഒരു വൈകുന്നേരം വരെ കുടിയും പിടിച്ചുകൊണ്ട് വന്ദേമാതരം ഉറങ്ങരുത് നാളാ. നീ ഫുള്ളിലും ചെല്ലുന്നു. നിനക്ക് വേണമെങ്കിൽ സുമേഷിനെ കൂടെ കൂട്ടിത്തരാം. സുമേഷെ കറക്കി വിടും. സുമേഷേ കറക്ക് നന്നായിട്ട്. ഓക്കെ, അൻസാരി ഉസ്താദ് പറഞ്ഞത് ശരിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പൊന്നു പ്രേക്ഷകരെ, നാടിനെ നടുക്കുന്ന മറ്റൊരു വാർത്ത, അതായത് വെറും 4 വയസ്സുകാരിയെ പീഡിപ്പിച്ച നിങ്ങൾ തന്നെ ആ ഒരു വീഡിയോ കാണും. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി കൃത്യമായിട്ട് അറിയാൻ പറ്റും. കൊച്ചുമകളോട് ലൈംഗികാതിക്രമം നടത്തിയ യുവാവിനെ അരിവാൾ കൊണ്ടുവെട്ടിയ ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് വലിച്ചിഴച്ച മുത്തശ്ശി. ഒരു 4 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ 31 വയസ്സുകാരനായ ബന്ധുവായ ഒരാൾ ലൈംഗികപരമായി പീഡിപ്പിക്കുക. ഈ സംഭവം നടക്കുന്നത് തമിഴ്നാട്ടിലാണ്. ബന്ധുവായ ഇയാളുടെ കൂടെ കുട്ടിയുടെ അമ്മ വിശ്വസിച്ച് സ്വന്തം മുത്തശ്ശിയുടെ വീട്ടിലേക്ക് ആ കുട്ടിയെ പറഞ്ഞു വിട്ടതായിരുന്നു. മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകുന്നതിന് പകരം ഇയാൾ സ്കൂട്ടറിൽ നേരെ പോയത് സ്വന്തം വീട്ടിലേക്കാണ്. എന്നിട്ട് ആ കുഞ്ഞിനെ റേപ്പ് ചെയ്തു. വളരെ ക്രൂരമായി റേപ്പ് ചെയ്തതിനു ശേഷം കുട്ടിയുടെ സ്വന്തം വീട്ടിലേക്ക് മുത്തശ്ശിയുടെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവിട്ടു. വൈകുന്നേരമായപ്പോൾ കുട്ടിക്ക് വളരെയധികം ദേഹാസ്വസ്ഥ അനുഭവപ്പെടുകയും അതുപോലെ തന്നെ വയറുവേദന കഠിനമായ രീതിയിൽ അനുഭവപ്പെടുകയും ചെയ്തപ്പോൾ മാതാപിതാക്കൾ ആ കുട്ടീനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഡോക്ടേഴ്സ് ചോദിച്ചപ്പോഴാണ് ആ കുട്ടി ഇയാൾ ഉപദ്രവിച്ചു എന്നുള്ള സത്യം തുറന്നു പറയുന്നത്. മാണിക്യം എന്നാണ് ഇയാളുടെ പേര്. ഇവിടെ കൊണ്ടൊന്നും കഥ തീർന്നില്ല. ഇവിടെ ഒരു പോരാളിയുണ്ട്. ആ പോരാളി ആ കുട്ടിയുടെ മുത്തശ്ശിയാണ്. ഇതറിഞ്ഞ മുത്തശ്ശി നേരെ ഇയാളെ തേടിയിറങ്ങി. പബ്ലിക്കായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ഇയാളെ മുത്തശ്ശി കണ്ടെത്തി. നല്ല ആരോഗ്യവും തടിയും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ. ആ മുത്തശ്ശി കയ്യിൽ കരുതിയിരുന്നത് അരിവാളായിരുന്നു. ആ അരിവാൾ വെച്ച് അവർ അവനെ തലങ്ങും വിലങ്ങും വെട്ടി. താഴെ വീണ് അവനെ വലിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. രക്തത്തിൽ കുളിച്ച ഒരാളെ വലിച്ചുകൊണ്ടുവരുന്ന മുത്തശ്ശിയെ കണ്ടപ്പോൾ അവിടെയുള്ള നാട്ടുകാർ ചോദിച്ചു എന്താണ്. മുത്തശ്ശി കാര്യം പറഞ്ഞു. നാട്ടുകാരും നല്ല രീതിയിൽ പെരുമാറി. ഇപ്പോൾ മുത്തശ്ശിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പ്രതി ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഇത് കണ്ടിട്ടുള്ള ഒരാളും ഇനിയും ഇങ്ങനെയുള്ള ഒരു പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കില്ല. കാരണം അത്രയ്ക്ക് ആ മുത്തശ്ശി ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. സ്വന്തം രക്തത്തിന് നേരിട്ട് നീതികേടിൽ ഏത് സംരക്ഷകരും എടുക്കുന്ന സ്വാഭാവികമായ നിലപാടാണ്. 5ഉം 10ഉം കൊല്ലം കേസ് നടത്തി കുറ്റവാളിയെ സംരക്ഷിക്കുന്നതിനേക്കാൾ വലിയ നീതിയാണ് ആ തെരുവിൽ നടപ്പായത്. നിയമം ഈ മുത്തശ്ശിക്കെതിരെ തിരികെയല്ല വേണ്ടത്. പകരം ആ കാമപ്രാവണന് പരമാവധി ശിക്ഷ ഉറപ്പാക്കുകയാണ് വേണ്ടത്. ട്രേഡിംഗ് പഠിക്കാം ട്രേഡ് മാക്സ് അക്കാഡമിയോടൊപ്പം. ഇങ്ങനെ സ്ത്രീകളെയും പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്ന മൃഗങ്ങൾക്ക് ഈ ഒരു സംഭവം വലിയൊരു താക്കീത് തന്നെയാണ്. ഇങ്ങനെയുള്ള മുത്തശ്ശിമാർ ഒരു വീട്ടിലുണ്ടായാൽ മതി. കുഞ്ഞുങ്ങൾ സംരക്ഷിതരായിട്ടിരിക്കാൻ. അവർക്ക് വേണ്ടി പോരാടാൻ ആളുണ്ട് എന്നറിയുമ്പോൾ ഒരു അതിക്രമിയും അവർക്കെതിരെ കളിക്കാൻ തയ്യാറാവില്ല. കുട്ടികൾക്ക് നേരെ അതിക്രമം നടത്തുന്നവർ പലപ്പോഴും നിയമത്തിന്റെ വിടവുകൾ മുതലെടുത്താണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്. വൈകുന്ന നീതിക്ക് മുമ്പിൽ സമൂഹം പ്രതികരിച്ചതിന്റെ പ്രതീകമാണിത്. വിക്ടിംസ് മിണ്ടാതിരിക്കണം, ക്ഷമിക്കണം, കാത്തിരിക്കണം എന്നൊക്കെയാണ് ഇവിടുത്തെ നിയമവും നിയമ സംവിധാനങ്ങളും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഈ മുത്തശ്ശി അതിന് തയ്യാറായില്ല. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് ആ മുത്തശ്ശി ചെയ്തത്. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, ഇവന്റെ സാമാനത്തിൽ എന്തെങ്കിലും എണ്ണ ഒഴിക്കണമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. എണ്ണ ഒഴിച്ച് കത്തിക്കണമെന്നാണ്. 4 വയസ്സുകാരിയെ പീഡിപ്പിക്കുന്നത് വല്ലാത്ത കഷ്ടം തന്നെയാണ് ഇവരുടെ ഒരു ചിന്താഗതി. പൊന്നു പ്രേക്ഷകരെ, നാടിനെ നടുക്കുന്ന എന്തായാലും, അതായത് ഈ ഒരു പീഡനം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു വാർത്തയും കൂടി കേൾക്കണം. അതായത് ഞാൻ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞെട്ടി. 13 വയസ്സും 14 വയസ്സും മാത്രം പ്രായമുള്ളവർ പഠിക്കുന്ന നിങ്ങൾ തന്നെ നോക്കണം, കിലോ കണക്കിന് കോണ്ടമാണ്. എൻ്റെ പൊന്നു വിദ്യാർത്ഥികളോട് ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഒരു വീഡിയോ വെച്ച് തരാം. ഉറപ്പായിട്ടും നിങ്ങൾ
ശാരീരികമായി ബന്ധപ്പെടുന്ന ആ ഒരു സമയമുണ്ടല്ലോ കാട്ടിലൂടെ, അത് അവൻ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ ഭീഷണിപ്പെടുത്തും. ആദ്യം ചോദിക്കും 10,000, പിന്നീട് ലക്ഷമാവും, പിന്നീട് പറയും എൻ്റെ ഫ്രണ്ട്സിന് നീ കിടക്കണമെന്ന്. ഏറ്റവും അവസാനം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം, അതായത് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വരും. നമ്മൾ നിരന്തരം വാർത്ത കേൾക്കുന്നുണ്ട്, 14 ജീവനെടുത്തു, അത് കഴിഞ്ഞ ശേഷം 15 ജീവനെടുക്കി എന്ന് പറഞ്ഞിട്ട്. വല്ലാത്ത കഷ്ടം തന്നെയാണ്. നിങ്ങൾ വിശ്വസിച്ചിട്ട് കണ്ടവന്മാർക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവർ വീഡിയോ ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതം തന്നെ ഇല്ലാതാവും. അതുകൊണ്ട് പറയുകയാണ്, പൊന്നു പെൺകുട്ടികളെ പോവണ്ട, 5 മിനിറ്റിന്റെ സുഖത്തിന് എന്തിനാടി. എന്തായാലും പൊന്നു പ്രേക്ഷകരെ, നടുക്കുന്ന ഈ ഒരു വീഡിയോ ദൃശ്യം കൂടി നിങ്ങളൊന്ന് കാണണം. ഓക്കെ, റെയിൽവേ സ്റ്റേഷന്റെ അകത്തുള്ള ഒരു സ്ഥലം കേട്ടോ ഇത്. ഒരു ലോഡ്ജിന്റെ കൂടെ, ഒരു അയോധ്യ ലോഡ്ജിന്റെ ബാക്കിലുള്ള ഒരു പോസ്റ്റാണ്. ഇവിടെ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചകൾ ഉണ്ടെന്നുള്ളതാണ് അറിവ്. നമ്മളൊന്ന് അതിൽ പോവുകയാണ്, എന്താണെന്ന് നോക്കാൻ വേണ്ടി. ഇതും ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡേഴ്സിന്റെ മെയിൻ ഏരിയ ആണ്. ഇത് ലോഡ്ജിന്റെ ബാക്ക് സൈഡാണ്. ഇതുണ്ടോ വഴി, ഇതിലൊക്കെ സ്ഥിരം സഞ്ചാരമുള്ള സ്ഥലമാണിത്. ആളുകൾ നടന്നു പോകുന്ന മെയിൻ ഏരിയ ആണിത്. ഇതുണ്ടോ, ഇതുണ്ടോ ഈ ഏരിയയില് എന്റെ പൊന്നെ, ഇത് കിടക്കണ സാധനങ്ങൾ എന്താണെന്ന് നോക്കി. ഇത് കണ്ട, ഇത് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞ ഏരിയ ആണിത്. അതിന്റെ ബാക്ക് സൈഡിൽ, അതായത് അയോധ്യ അപ്പോൾ ഇതിന്റെ ഹോട്ടലിന്റെ ബാക്ക് സൈഡിലാണ് ഈ കാണുന്ന സാധനം. നോക്കി, ഇത്രമാത്രം സാധനങ്ങൾ. അപ്പോൾ അത്രമാത്രം ആളുകൾ ഇവിടെ വരികയും, ഇത് അത്രമാത്രം ഈ കോണ്ടോണി കിടക്കുന്നത്. ഇത് കണ്ടോ, ഇതിൽ വരാൻ പറ്റുന്ന സ്ഥലമുണ്ട്. അതിൽ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ അടുത്ത് നിന്ന് നേരെ ഫ്രണ്ടിൽ നിന്ന് കയറി വരുന്ന സ്ഥലമുണ്ട്. കയറി വന്നിട്ട് ഈ ഒരു പോർഷനിലാണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടന്നിരിക്കുന്നത്. നോക്കി, അത്രമാത്രം കോണ്ടുണ്ട്. ഇത് കണ്ടോ, ഇതുണ്ട്. ഈ ചുവന്നതൊക്കെ അതിന്റെ കവറുകളാണ്. അപ്പൊ തന്നെ നോക്കി എത്ര മാത്രം ഇവിടെ ഉപയോഗം നടത്തിയിട്ടുണ്ടെന്നുള്ളത്. ഇവിടെ ഇത്രമാത്രം ഈ റെയിൽവേ സ്റ്റേഷന്റെ അകത്തും ആലുവ പരിസരങ്ങളിലും ഇത്രമാത്രം പ്രശ്നങ്ങളും, ഇത്രമാത്രം പ്രോസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സ്, ഡ്രഗ്സ് മാഫിയ എല്ലാം വിലസിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പോയി ഓരോ ഭാഗത്തും നമ്മൾ കണ്ട ഈ ട്രാൻസ്ജെൻഡേഴ്സ് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കണ്ട ഭയങ്കര ഭയാനകമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇവിടെ എയ്ഡ്സ് ഏറ്റവും കൂടുതൽ പരക്കുന്ന ഒരു ഭാഗമായിട്ട് പെരുമ്പാവൂർ, ആലുവ ഭാഗങ്ങളൊക്കെ ഈ എയ്ഡ്സ് കൂടുതൽ പടരുന്ന ഒരു ഏരിയ ആയിട്ട് മാറി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം അത്രമാത്രം ആളുകളാണ് ഇതിൻ്റെ എയ്ഡ്സിനെ കുറിച്ചിട്ടുള്ള ബോധവൽക്കരണമൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കാര്യങ്ങളൊന്നും അറിയാതെ ഇവരുടെ അടുത്ത് വന്നുപെട്ട് അവരുടെ അവരുടെ കുടുംബങ്ങളിലേക്ക് പകർന്ന്, അവരുടെ മക്കളിലേക്ക് പകർന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തായാലും ഇതിനൊക്കെ ഒരു നിയമം. ഇപ്പോൾ ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഗവൺമെന്റ് തൊഴിലാളികൾ എന്നുള്ള ഒരു വിഭാഗത്തിന് ഗവൺമെന്റ് അപ്രൂവൽ കൊടുത്തത് എന്തിനുള്ളതാണെന്നുള്ളതാണ് സത്യത്തിൽ ഇപ്പോൾ ആലോചിക്കേണ്ടത്. എയ്ഡ്സ് പരത്താനുള്ളതാണോ, അതല്ലെങ്കിൽ അല്ലെ തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ളതാണ്? എന്തായാലും അതൊരു തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. അതിന് ഗവൺമെന്റ് തന്നെ ഇതിനൊരു കടിഞ്ഞാണ് ഇട്ടില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുള്ള വളർന്നു വരുന്ന തലമുറ എയ്ഡ്സിന്റെയും അതല്ലെങ്കിൽ മാരകമായ മയക്കുമരുന്നുകളുടെയും അഡിക്റ്റായി മാറുകയും ഡൽഹിയിൽ രോഗികളായിട്ട് മാറുകയൊക്കെ ചെയ്യും. ഓക്കെ, നിങ്ങൾ കണ്ടല്ലോ, വല്ലാത്ത കഷ്ടം തന്നെയാണ്. എന്താ അല്ലേ നമ്മുടെ ലോകം എങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ആയി ഇടാൻ വരാം. ഓക്കെ, ബൈ.